ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള 10 മണി ചെടികളെല്ലാം നന്നായി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതലായി വന്ന ഈ പ്ലാന്റ്സിനെ ഒന്ന് ഇങ്ങനെ പോട്ട് ചെയ്ത് വീഡിയോസിലൊക്കെ കാണാറുണ്ട്, അത് ചെയ്യാമെന്ന്. വലിയൊരു ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ പുതിയതായി ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ കയ്യിൽ കുറച്ച് സെല്ലിനുള്ള പ്ലാൻസുമുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോളിയ ചെടിയൊക്കെ നന്നായി വളർന്നിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള പോട്ട് കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെറിയ പോട്ട് എടുക്കരുത്. വലിയ പോട്ടും അതിൻ്റെ കമ്പിയും കുറച്ച് കട്ടിയുള്ളതായി എടുക്കണം. എൻ്റെ കയ്യിലുള്ള അതിൻ്റെ കമ്പി കുറച്ച് തെളുപ്പായിരുന്നു, അതുകൊണ്ടായിരുന്നു ഇത്രയും. ഞാനപ്പോൾ 10 മണി ചെടി ഓരോന്നായി നമുക്ക് ഏതെല്ലാം ഉള്ളതെന്ന് നോക്കാം. ഇതിലൊരു കലാഞ്ചിയോ പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു, അതിനെ ഞാൻ അവിടെ തന്നെ നട്ടുവെച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വൈറ്റ് കളർ ഒരു ഫ്ലവർ, പിന്നെ ഒരു മിക്സഡ് കളറ്, ഇങ്ങനെയുള്ള 10 മണി ചെടി. ഇതുപോലെയുള്ള 10 മണി ചെടികൾ മഴക്കാലത്ത് നശിച്ചൊന്നും പോകുന്നില്ല. എത്ര മഴ കൊണ്ടാലും അത് വളർന്ന് വലുതാകും. പക്ഷെ നേരിയ ലീഫിലുള്ള 10 മണി ചെടി അത് കൂടുതലായി മഴ കൊണ്ട് നശിച്ചു പോയി. അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റാണ് എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത്. 10 മണി ചെടിയുടെ ഈ കളറിലെ പ്ലാന്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കട്ടിങ്സും ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് CC തന്നാൽ ഞാൻ കട്ടിങ്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഈ നേരിയ ലീഫിലുള്ളത് മഴയത്ത് കൂടുതൽ വെച്ചാൽ നശിക്കുന്നു. അത്രയൊന്നും ഡെഡാവില്ല, എന്നാലും നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഈ കമ്പി വളരെ നേരിയതായത് കൊണ്ട് മാത്രം കുറച്ച് എനിക്ക് ഈ ടാസ്ക് വലിയൊരു ടാസ്ക് പോലെ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വലിയ പോട്ടെടുത്താൽ ഇതിനും കൂടുതൽ ഭംഗിയായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറേയധികം 10 മണി ചെടി കൂടുതലായി വളർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. 10 മണിയുടെ കട്ടിങ്സ് ആർക്കായെങ്കിലും ഫ്രീ ആയി വേണമെങ്കിൽ CC തന്നാൽ ഞാൻ അയച്ചു തരുന്നതാണ്. പിന്നെ വെള്ളം ഒഴിച്ചപ്പോൾ അതൊന്ന് വാടിക്കുഴഞ്ഞു. പിന്നീട് എനിക്കിതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ നട്ടുവെച്ചപ്പോൾ ഇത് ചെറിയ കട്ടിങ്സ് ഫസ്റ്റ് നമ്മൾ നട്ടുവെക്കുന്നതാണ്. അത് റൂട്ട് വടിയിൽ പോയതിന് ശേഷം നന്നായിട്ട് മേലോട്ട് വരുമ്പോൾ കറക്റ്റ് നിൽക്കും. ഇത് ഞാൻ വലിയ പ്ലാന്റ് വെച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്നത്, വലിയ പ്ലാന്റ് വെച്ചതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ വിധത്തിലാണ്. ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ, താങ്ക് യു.